സമഗ്ര വാർത്തകൾ വിശദമായി കടക്കുകയാണ്. ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. 102 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. 16 കോടി വോട്ടർമാരാണ് ഒന്നാം ഘട്ടത്തിൽ ജനവിധി എഴുതുക. പോളിംഗ് ഡ്യൂട്ടിക്കായി 18 ലക്ഷം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നാളെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നാളെ മുതൽ അതിന്റെ ഭാഗധേയം നിർണയിച്ചു തുടങ്ങുന്നു. ജൂൺ 1 വരെ 44 ദിവസങ്ങൾ നീളുന്ന ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് നാളെ തുടക്കമാവുന്നത്. 21 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിൽ രാവിലെ 7-ന് വോട്ടെടുപ്പ് ആരംഭിക്കും. 39 സീറ്റുകളുള്ള തമിഴ്നാട്ടിലും 5 സീറ്റുകളുള്ള ഉത്തരാഖണ്ഡിലും ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും. ആകെ വോട്ടർമാർ 16,63 ലക്ഷമാണ്. 1,87,000 പോളിംഗ് ബൂത്തുകളിലായി 18 ലക്ഷം ഉദ്യോഗസ്ഥരെയാണ് പോളിംഗിനായി നിയോഗിച്ചിരിക്കുന്നത്. Everyone around you, be our ambassadors and influencers. I call upon the youth to lead a revolution in electoral participation. On your way to the polling stations, and as you press the key of the voting machine, you will be conscious of this power and responsibility, both. 8 കേന്ദ്രമന്ത്രിമാർ, 2 മുൻ മുഖ്യമന്ത്രിമാർ, 1 മുൻ ഗവർണർ എന്നിവരടക്കം 1625 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 60 സീറ്റുകളുള്ള അരുണാചലിൽ ഭരണം നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. 32 സീറ്റുകൾ മാത്രമുള്ള സിക്കിമിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും തമ്മിലാണ് പോരാട്ടം. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 102 സീറ്റുകളിൽ 40 സീറ്റുകളിലും 2019 BJPക്കായിരുന്നു ജയം. തമിഴ്നാട്ടിൽ BJPക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ? വടക്ക് കിഴക്കൻ രാജസ്ഥാനിലും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും മാറുന്ന ജാതി സമവാക്യങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ പെട്ടി നിറയ്ക്കുമോ? ഈ നിർണായക രാഷ്ട്രീയ ചോദ്യങ്ങൾക്കാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉത്തരമാവുക. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശി, റിപ്പോർട്ടർ, ദില്ലി.